ഇന്ന് നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെല്ലിക്ക വെച്ചിട്ടൊരു സാമ്പാർ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വായോ. ഇന്ന് നമ്മൾ മൺകലത്തിലാണ് കേട്ടോ സാമ്പാർ തയ്യാറാക്കുന്നത്. പാത്രം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 6 നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു പീസ് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നെല്ലിക്കയൊക്കെ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ നല്ലപോലെ തിളച്ച് നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം സാമ്പാർ ഡാലുണ്ടല്ലോ, അത് വേവിച്ചത് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സാമ്പാർ പരിപ്പിലേക്ക് ഉപ്പ് മാത്രം ചേർത്താണ് കേട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, വളരെ ഒരു ചെറിയ പീസ് മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് കൊത്തമല്ലിയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാമ്പാർ അടിപൊളിയായിരിക്കും കേട്ടോ. ചോറിനൊക്കെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി സാമ്പാറിൻ്റെ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ.